എല്ലാവർക്കും നമ്മുടെ ഫുഡ് കോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡും ഉരുളൻകിഴങ്ങും കൂടെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിട്ടാണ്. ഇതൊരു ബ്രെഡ് പൊട്ടറ്റോ സാൻഡ്വിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ ഏത് ഓയിൽ ഒഴിച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളകും അതുപോലെ തന്നെ 2 വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ കുട്ടികൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ സമയത്ത് തന്നെ ചേർക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അധികം എരിവുണ്ടാവില്ല. അപ്പോൾ എരിവ് നോക്കി ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് ഉരുളൻകിഴങ്ങ് ചേർക്കുന്നത്. ഞാനൊരു മീഡിയം സൈസിലുള്ള 2 ഉരുളൻകിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഉരുളൻകിഴങ്ങ് നന്നായി ഉടച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കട്ടകളൊന്നും ഇല്ലാണ്ട്. എന്നാലേ നമുക്ക് ആ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഈ മസാലയുടെ കൂടെ ചേർത്തിട്ട് യോജിപ്പിച്ചെടുക്കുക. മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. മല്ലിയിലയാണ് കുറച്ചുകൂടെ ടേസ്റ്റ്, ഒരു നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിന്. അതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന ഫില്ലിങ്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് തണുത്തതിന് ശേഷം വെക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സാൻഡ്വിച്ച് ബ്രെഡ് എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന ബ്രെഡാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഒരു ബ്രെഡിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ഈ സോസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ടൊമാറ്റോ സോസ് നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നമ്മുടെ ഈ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഉരുളൻകിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിതുപോലെ വെക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. കണ്ടില്ലേ, ഇതിൽ ബ്രെഡിൽ അങ്ങ് ചേർന്നിരുന്നോളും നമ്മുടെ ഫില്ലിങ്. നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസിനെ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചീസാണ് തേക്കുന്നത്, ക്രീം ചീസാണ്. അപ്പോൾ അതും കുട്ടികൾക്ക് നല്ലതാണല്ലോ. അപ്പോൾ ഒരു സ്ലൈസിൽ ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ചീസിൻ്റെ റെസിപ്പിയും ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചീസ് തേച്ചതിന് ശേഷം ഈ ബ്രെഡ് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ചിട്ട് പതുക്കെ ഒന്നങ്ങ് അമർത്തി കൊടുക്കാം. ഇത്രേ ഉള്ളൂ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്തതും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് സോസൊക്കെ തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. അതുപോലെ ചീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലായിട്ട് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, കുഴപ്പമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. കുട്ടികൾക്ക് ചീസൊക്കെ ആണെങ്കിൽ ഇഷ്ടമാവും ഇതുപോലെയൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ. ചീസും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ. ഇതാ ഇപ്പോൾ 2 കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ടെടുക്കണം. ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് മുകളിൽ നിന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ പ്ലേറ്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ബ്രെഡിൻ്റെ താഴത്തെ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. അതുപോലെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിടുന്ന സമയത്ത് അതും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ബട്ടർ തേച്ച് ഇതുപോലെ ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഞാനിവിടെ 2ഉം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മുറിച്ചുകൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതാ നമ്മുടെ ബ്രെഡ് പൊട്ടറ്റോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും ആ ഉരുളൻകിഴങ്ങിൻ്റെ ഫില്ലിങ്ങും ആ ടൊമാറ്റോ സോസും അതുപോലെ ചീസും എല്ലാം കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.